പെരിഞ്ഞനം RMVHSS സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന കായികമേളയിലും വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിലും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഫാത്തിമ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ബി ബീബ, PTA പ്രസിഡന്റ് KS ജയശ്രീ, സ്കൂൾ ലീഡർ ആരതി തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ പരിധിക്കുള്ളിൽ വെച്ച കഴിവിനനുസരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ഇനങ്ങളിലും പങ്കെടുത്തിരുന്നു. പങ്കെടുത്ത ഒട്ടുമിക്ക ഇനങ്ങളിലും A ഗ്രേഡും ഫസ്റ്റ് A ഗ്രേഡും അതുപോലെ തന്നെ മറ്റുള്ള B ഗ്രേഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കെങ്കിലും. അഗ്രിഗേറ്റ് ടോട്ടലായിട്ട് വരുമ്പോൾ നമ്മൾ വലപ്പാട് സബ് ജില്ലയിൽ നമ്മൾ 3ാം സ്ഥാനത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC വിഭാഗത്തിലാണ് നമ്മൾ മത്സരിച്ചത്. അത് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 ഗ്രൂപ്പ് ഇനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ബാൻഡ് ടീമാണ്. ഫസ്റ്റ് A ഗ്രേഡ് കൂടി ജില്ലാ തലത്തിലേക്ക് നമ്മുടെ ബാൻഡ് ടീം വളരെ സന്തോഷമുള്ളതാണ്. തുടർന്ന് NCC 24 ബറ്റാലിയന്റെ പുതിയ ജേഴ്സി അനാച്ഛാദനം NCC ഓഫീസർ EA അദീബ്, കമാൻഡർ ജനാർദ്ദൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ UP അറബിക് വിഭാഗത്തിൽ 1ാം സ്ഥാനവും HS വിഭാഗം റണ്ണറപ്പുമാണ് RMVHSS. ജനറൽ വിഭാഗത്തിൽ 16 ഇനങ്ങളിലും ജില്ലാ യോഗ്യത നേടിയിട്ടുണ്ട്. കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ റാലി നടത്തി. സംസ്ഥാന തലത്തിൽ മത്സരിച്ച PU ആദിത്യൻ, കലോത്സവ നഗരിയിൽ നിന്ന് കണ്ടുകിട്ടിയ മൊബൈൽ ഫോൺ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ച മാതൃകയായ സ്കൂളിലെ വിദ്യാർത്ഥി മണികണ്ഠൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വിജയാഘോഷ പ്രവർത്തനങ്ങൾക്ക് കലോത്സവം കോർഡിനേറ്റർമാരായ ആർദ്ര, ഗ്രീഷ്മ, അജിത്ത്, രാജഹരി എന്നിവർ നേതൃത്വം നൽകി. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.